വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച, യുവജനങ്ങൾക്ക് ദിശാബോധം നൽകിയ, രാജ്യത്തിന്റെ ബഹിരാകാശ പ്രതിരോധ ആണവായുധ മേഖലകളിൽ മഹത്തായ സംഭാവനകൾ നൽകിയ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിന് വിളിപ്പാട് അകലെയാണ് കലാമിന്റെ വീട്. പണ്ട് മോസ്ക് സ്ട്രീറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇവിടേക്ക് അമ്പലത്തിൽ നിന്ന് ഓൾഡ് മാർക്കറ്റ് റോഡിലൂടെ നടന്നെത്താവുന്ന ദൂരം മാത്രമേയുള്ളൂ. ധനുഷ്കോടി റോഡിൽ നിന്ന് കലാമിന്റെ വീട്ടിലേക്ക് തിരിയുന്ന റോഡിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൗസ് എന്ന് സൈൻ ബോർഡ് ഉണ്ട്. ഈ റോഡിലേക്ക് കയറി രണ്ടാമത്തെ വളവ് തിരിഞ്ഞാൽ ഹൗസ് ഓഫ് കലാം എന്ന വീട്ടിലെത്താം. 2011 തന്നെ കേന്ദ്ര ടൂറിസം വകുപ്പ് ഈ വീട് മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. 1931 ഒക്ടോബർ 15 ജൈനുലബ്ദിന്റെയും ആയിഷമ്മയുടെയും ഇളയ മകനായാണ് അബ്ദുൽ കലാം ജനിച്ചത്. ധനുഷ്കോടി രാമേശ്വരം യാത്രയ്ക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് കുടുംബം പുലർത്തിയിരുന്നത്. അബ്ദുൽ കലാമിന്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടുത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. ട്രെയിനുകളിലായിരുന്നു പത്രം വന്നിരുന്നത്. സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഓടുന്ന വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്ന പത്രക്കെട്ടുകൾ എടുത്തുകൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഇവിടെയെല്ലാം കലാമയമാണ്. ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കെല്ലാം കലാമിന്റെ പേര് നൽകിയിരിക്കുന്നു. ഹൗസ് ഓഫ് കലാം എന്ന കലാം ജനിച്ചു വളർന്ന വീട്ടിന് മുന്നിലെത്തി. സന്ദർശകരെ വരവേൽക്കാനെന്നോണം കുറച്ചു നാട്ടുകാർ വീട്ടിന് മുന്നിലുണ്ട്. കൂട്ടത്തിൽ കൂടുതൽ പ്രായമുള്ളയാളോട് കലാമിനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടതായി പറഞ്ഞെങ്കിലും കൂടുതൽ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. കറുപ്പുസ്വാമി തന്നെ കുറച്ചു ചിലത് പറഞ്ഞു. കൊല്ലത്തു നിന്നാണ് വിവാഹം കഴിച്ചത്, ഭാര്യ ഇപ്പോഴില്ല. ബന്ധുക്കൾ കൊല്ലത്തുണ്ട്, വല്ലപ്പോഴും പോകാറുണ്ടെന്നും പറഞ്ഞു. കലാം ഹൗസ് 3 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. രണ്ടാമത്തെ നിലയിൽ മ്യൂസിയമാണ്. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ അബ്ദുൽ കലാം മെമ്മോറിയൽ നിർമ്മിക്കുന്നത് വരെ ഈ മ്യൂസിയത്തിലായിരുന്നു പ്രധാന വസ്തുവകകളും പുരസ്കാരവും എല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നിവയുടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭിത്തിയിൽ അദ്ദേഹത്തിന്റെ പ്രചോദകങ്ങളായ വാക്കുകളും ഫോട്ടോകളും ഉണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ട്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ ഉപയോഗിച്ച മിസൈൽ കണ്ടപ്പോൾ ഏറെ കൗതുകം തോന്നി. 3-ാം നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബം നടത്തുന്ന ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പാണ്. നേരത്തെ കലാമിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദ് മുത്തുമീര മരക്കാരായിരുന്നു ഷോപ്പ് നടത്തിയിരുന്നത്. 2021 104-ാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. ഇപ്പോൾ ബന്ധുക്കളാണ് ഷോപ്പ് നടത്തുന്നത്. അകത്ത് വീഡിയോ അലൗഡ് അല്ല. തിരിച്ചിറങ്ങുമ്പോൾ കോണിപ്പടിക്ക് മുകളിൽ ചുമരിൽ സന്ദർശകർക്കുള്ള കലാമിന്റെ സന്ദേശം കണ്ടു. I am the best. I can do it. God always with me. I am a winner. Today is my day. എത്ര ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ ഓരോരുത്തരോടും സ്വയം ഉരുവിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുറത്ത് കലാമിന്റെ ഒരു കാരിയേച്ചർ രൂപമുണ്ട്. അതിന് താഴെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: You cannot change your future. You can change your habit. And surely your habit will change your future. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തിരുത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഭാവി തിരുത്തും. സന്ദർശകർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ഓഫ് കലാമിൽ നിന്ന് വിട പറഞ്ഞു. അടുത്ത ലക്ഷ്യം കലാം മെമ്മോറിയലാണ്. അടുത്ത വീഡിയോയിൽ കലാം മെമ്മോറിയലിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ. ബൈ.